ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം സമയം കിട്ടാറില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഒരു ആസ്ക് മീ ക്വസ്റ്റ്യൻ. ഞാനത് ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, എന്താണ്, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേ, ഫസ്റ്റ് നമ്മൾ യൂട്യൂബിൽ വന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ലാപ്പെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ സ്ഥലത്ത് ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പുതിയ സ്ഥലമല്ല, എൻ്റെ ബെഡാണ്. ആൻഡ് ബാക്കിൽ കാണുന്നത് എൻ്റെ ഹോൾ ഹേർട്ടാണ്. ഓക്കെ, അപ്പോൾ എനിവേ, ഇത് ഞാൻ പിന്നെ കാണിച്ചു തരാം, വേറെ ഏതെങ്കിലും വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഷിഖ എബ്രഹാം ആണ്. ഹായ്, മൈ ക്വസ്റ്റ്യൻസ് ആർ, വുഡ് യു റെക്കമെൻഡ് പീപ്പിൾ ടു കം ടു ജർമ്മനി ആൻഡ് ഡു ഹൗസ് ബിൽഡിംഗ്? അപ്പോൾ നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 3 ആണോ 4 ആണോ, കുറച്ച് ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വീതം ആൻസർ ചെയ്ത് പോകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വുഡ് യു റെക്കമെൻഡ് പീപ്പിൾ ടു കം ടു ജർമ്മനി ആൻഡ് ഡു ഹൗസ് ബിൽഡിംഗ്? ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഐ എം നോട്ട് എ പേഴ്സൺ ലൈക്ക് ഒരാളെ ഫോഴ്സ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് വിടുന്നതോ ഒരു കാര്യം ചെയ്യിപ്പിക്കുന്ന ഒരു പേഴ്സൺ അല്ല ഞാൻ. അപ്പോൾ ഇപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുവാണ്, അല്ലെങ്കിൽ പറയുവാണ്, ചേച്ചി എനിക്ക് ജർമ്മനിക്ക് പോകണം, എങ്ങനെയാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ, എങ്ങനെയാണ് അവിടുത്തെ ഒരു ലൈഫ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യും. അയാൾക്ക് വലിയ കുഴപ്പമില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊക്കെയാണ് ജർമ്മനി, ആൻഡ് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. ആൻഡ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതിൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. അതല്ലാണ്ട് ചുമ്മാ ജർമ്മനിക്ക് കയറി വരാൻ വേണ്ടിയിട്ട് മാത്രം ഹൗസ് ബിൽഡിംഗ് എടുത്ത് വരണം എന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമുക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയിലേക്കോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തൊരു കാര്യത്തിലേക്കോ നമ്മൾ തിരഞ്ഞു പോകേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. സോ താല്പര്യമുള്ളവർ വന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇല്ലാണ്ട് ചുമ്മാ വരുന്ന ആൾക്കാർക്ക് ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. Okay, second question. After doing house building, will they be able to live an independent life financially? So, ഒരു ഹോണസ്റ്റ് റിവ്യൂ തരുവാണെങ്കിൽ, ഒരു ഹോണസ്റ്റ് റിപ്ലൈ തരുവാണെന്നുണ്ടെങ്കിൽ, എൻ്റെ 19-ാം വയസ്സ് മുതൽ ഞാൻ ഇവിടെ ഉണ്ട്. സോ ഞാൻ എൻ്റെ 19-ാം വയസ്സ് മുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. അതായത് FSCOT ചെയ്തു ഫസ്റ്റ്. ആ ടൈം മുതൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്. എനിക്കിപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ എനിക്ക് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പൈസ ചോദിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അവർക്കൊരു ആവശ്യം വരുമ്പോൾ എനിക്ക് അയച്ചു കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ എമൗണ്ട് ഉണ്ട്. സോ ആഫ്റ്റർ ഹൗസ് ബിൽഡിംഗ് അല്ല, ബിഫോർ ഹൗസ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവും. അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രൂ പ്രോസസ്സിലാണെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുപോലെ ക്യാൻ യു റൺ ഓൾ ഓവർ എക്സ്പെൻസസ് വിത്ത് ദ സ്റ്റൈഫൻഡ് ദാറ്റ് വി ഗെറ്റ്? ഓഫ് കോഴ്സ്, ഉറപ്പായിട്ടും. ഇപ്പം നമുക്കൊരു 1200 അല്ലെങ്കിൽ 1300 യൂറോസ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ 300 രൂപ നമ്മുടെ, അല്ലെങ്കിൽ കൂടിപ്പോയിക്കോട്ടെ 400 രൂപ അതിൽ ചിലവ് കംപ്ലീറ്റ് വരുമായിരിക്കും. പിന്നെ വാടകയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും, മിച്ചം ഉണ്ടാവും. നമുക്ക് നമ്മുടെ അത്യാവശ്യം ചിലവിന് എടുക്കാൻ പറ്റുന്നതുണ്ട്. ആർ വി അലൗഡ് ടു ഡു പാർട്ട് ടൈം ജോബ്സ്? ഓൾസോ ഹൗ ക്യാൻ വി മാനേജ് ടൈം ഫോർ ദാറ്റ് എക്സെട്ര? എൻ്റെ അറിവിൽ നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റില്ല, മിനി ജോബ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ആഴ്ചയിൽ നമുക്ക് 40 മണിക്കൂറാണ് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ 20 hours ആവും. മിനി എന്ന് പറയുമ്പോഴത്തേക്കും ഒരാഴ്ചയിൽ 10 hours ആവും. നമുക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരാഴ്ചയിൽ 10 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും, മിനി ജോബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനെങ്ങനെ ടൈം മാനേജ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ ചെയ്യുന്നില്ല. സോ എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോകുന്ന വെയിൽ ആളെ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ പാർട്ട് ടൈം ജോബിന് പോവാണ് എന്ന് മിനി ജോബിന് പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അവന് വീക്കെൻഡ് അവധി കിട്ടും. നമുക്ക് ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സാറ്റർഡേ സൺഡേ ഒക്കെ ലീവ് ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ ഇവൻ നേരത്തെ മുൻകൂട്ടി അവരുടെ അടുത്ത് പറഞ്ഞ് അവിടെ ആ ടൈമിൽ ജോലി സെറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നാളെയല്ല നമ്മൾ അറിയുന്നത്, നാളത്തെ കഴിഞ്ഞ് നമുക്ക് ഏതാണ് ജോലി ഷിഫ്റ്റ് എന്നുള്ളത് അതിന് മുന്നേ നമുക്കറിയാം. 1 month മുന്നേ നമുക്കറിയാം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പാർട്ട് ടൈം അല്ലെങ്കിൽ മിനി ജോബ് എവിടെയാണോ ചെയ്യാൻ പോകുന്നത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ഇതാണ് എൻ്റെ പ്ലാൻ വരുന്നത്, ആൻഡ് എനിക്ക് ഇന്ന ദിവസം ജോലി ചെയ്യാനായിട്ട് വരാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ടൈം കണ്ടെത്തുന്നതൊക്കെ ഒരാളുടെ ഇതാണ്. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മിനി ജോബിന് പോകാത്തത്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ജിമ്മായി, വീടായി, വേറെ കുറേ അല്ലറ ചില്ലറ പരിപാടികളായി. സോ എനിക്ക് ടൈം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ മിനി ജോബ് നോക്കിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്
അക്ഷയ് ഓക്കെ ആണ്. നന്ദുവിനെ വെച്ചൊരു FSU ഹൗസ് ബിൽഡിംഗ് ഇന്റർവ്യൂ വീഡിയോ ഇടാമോ? ഒരു ബോയിന്റെ നഴ്സിംഗ് അല്ലെങ്കിൽ FSU എക്സ്പീരിയൻസ് കേൾക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും ചെയ്യാം. എനിക്കറിയില്ല നന്ദുവിന് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ നന്ദുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഉറപ്പായിട്ടും ഉടനെ തന്നെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യാം, ലീവുള്ള ദിവസം. ഓക്കെ, ജേർണി ഫ്രം ഇന്ത്യ ടു ജർമ്മനി. ആക്ച്വലി ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കയറി നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ലൈഫ് ഓഫ് ഷെല്ല. ടോട്ടൽ എത്ര കോസ്റ്റ് വരും ലാംഗ്വേജ് പഠിക്കാനും വിസ പ്രോസസ്സ് ഒക്കെ കൂടി, അതുപോലെ +2 കഴിഞ്ഞിട്ട് ജർമ്മനിയിലേക്കുള്ള ജേർണി? ലാംഗ്വേജ് പഠിക്കാനായിട്ട് എത്ര കോസ്റ്റ് വരും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പിള്ളേർക്ക് ഓൺലൈൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലൈൻ വഴി സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പിള്ളേർക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ പിള്ളേർക്ക് ടോട്ടലി കോസ്റ്റ് വരുന്നത് I think 60K ആണ്. A1 to B2 വരെ പഠിക്കാൻ 60,000 രൂപയാണ് വരുന്നത്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ നാട്ടിൽ പഠിക്കുന്ന ടൈമിൽ 80,000 രൂപയായിരുന്നു ടോട്ടലി B2 വരെ പഠിച്ച് തീർക്കാനായിട്ട് വരുന്നത്. അതുപോലെ ഇപ്പോൾ അത് കൂടിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ ഇപ്പം നടത്തിക്കൊണ്ട് റൺ ചെയ്ത് പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുറവാണ്, 60K ഉള്ളൂ. അതുപോലെ ചിലയിടത്ത് കുറവുണ്ടാവാം. അപ്പോൾ എനിക്കത് കറക്റ്റ് പറയാൻ പറ്റില്ല. പിന്നെ വിസ പ്രോസസ്സ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏത് വിസ കാറ്റഗറി അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് ആണോ FSU ആണോ എടുക്കുന്നത് അതനുസരിച്ചിട്ടിരിക്കും. എന്നാലും കൂടിപ്പോയാൽ 15,000 രൂപ. അതാണ് വിസയ്ക്കും ആ ഒരു ടൈമിൽ ഒരു ഇൻഷുറൻസ് എടുക്കണം, ആ ഒരു ഇതിനോട് കൂടിയായിട്ട് വരുന്നത്. പിന്നെ +2 കഴിഞ്ഞിട്ട് ജർമ്മനിയിലേക്കുള്ള എൻ്റെ ജേർണിയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് എല്ലാം തന്നെ പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ വേറൊരാളുടെ ജേർണി എനിക്ക് എങ്ങനെ ആയിരിക്കണം എന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ +2 കഴിഞ്ഞിട്ടാണ് ജർമ്മൻ പഠിക്കാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ്ലി ജർമ്മൻ B2 വരെ പഠിക്കുക, അല്ലെങ്കിൽ A2 കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണോ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ B2 വരെ കംപ്ലീറ്റ് ചെയ്ത ശേഷം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. അല്ല FSU ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ, അതായത് A2 കഴിയുമ്പോൾ തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. കാരണം ലാഗ് ഉണ്ടാവും, അതുകൊണ്ട് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. സോ A2 കഴിഞ്ഞ് കഴിയുമ്പോൾ B1 ക്ലാസ്സസ് മുതൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. കൂടെ B1 B2 പഠിച്ച് എക്സാംസ് എഴുതിയെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏഞ്ചൽ മരിയയാണ്. ചേച്ചി, നഴ്സിംഗ് അല്ലാണ്ട് വേറെ ഹൗസ് ബിൽഡിംഗ് കോഴ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ആക്ച്വലി ഇവിടെ നഴ്സിംഗ് അല്ലാണ്ട് ഇഷ്ടംപോലെ ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് ഉണ്ട്. ഞാനിവിടെ ഒരു ലിസ്റ്റ് ഓഫ് കോഴ്സസ് കൊടുക്കാം. ആൻഡ് ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്കിത് ചെയ്യുന്ന ആരും അറിയത്തില്ല. പിന്നെ നിങ്ങൾക്കാണെങ്കിലും ഇത് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ഡീറ്റെയിൽസ് മാത്രമേ എനിക്കും അറിയത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ലോജിസ്റ്റിക്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് എനിക്കറിയാം, ജസ്റ്റ് സിംപ്ലി ഇപ്പം നഴ്സിങ്ങിനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു, അവർ ഇൻ്റർവ്യൂ നടത്തുന്നു, അതിൽ നിന്ന് നമ്മളെ സെലക്ട് ചെയ്യുന്നു, ഇത്രയും പരിപാടിയേ ഉള്ളൂ. പക്ഷേ ഈ ലോജിസ്റ്റിക്സിൻ്റെ തന്നെ അവൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനൊരു എക്സാമിന് അവർ വിളിച്ചു. ലൈക്ക് ഈ എൻട്രൻസ് എക്സാം ഒക്കെ ഇല്ലേ, അതുപോലെ ഒരു എക്സാമിന് വേണ്ടി അവർ വിളിച്ചു. ഇവൻ പോയി അവിടെ ഒരു എക്സാം എഴുതി, അതിൽ പാസ്സായാൽ മാത്രമേ ഇവന് നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ എന്താ പറയുക ഹൗസ് ബിൽഡിങ്ങിനും അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. എൻ്റെ ഒരു അറിവിൽ ഇവിടെ കിട്ടാൻ ഏറ്റവും എളുപ്പം നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് തന്നെയാണ്. ആൻഡ് ഈ കാണുന്നതാണ് ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നഴ്സിംഗ് ആണോ അല്ലെങ്കിൽ വേറെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതാണോ നല്ലത്? ആ കുട്ടി എന്നെ ചോദിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയാൻ അർഹതയുള്ള ഒരാളല്ല. എനിക്കിപ്പോൾ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ബെറ്റർ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ വേറെ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ചെയ്യുന്നതാണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനത് പറയുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ. സോ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇഗ്നോർ ചെയ്ത് വിടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു ഡു എ മോട്ടിവേഷണൽ വീഡിയോ ഫോർ സ്റ്റുഡൻസ് ഹു ഈസ് ഇൻ ഹൗസ് ബിൽഡിംഗ് കറൻ്റ്ലി? ഓഫ് കോഴ്സ് ഐ ക്യാൻ ഡു. ഇപ്പം എന്താ പറയുക, കറൻ്റ്ലി ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് എക്സ്ട്രാ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാം. ഇല്ല ഇപ്പം ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ, വീഡിയോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം നമുക്ക് 2 വീഡിയോ ചെയ്യാറുണ്ട്. നന്ദുവിൻ്റെ കൂടെ ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ മോട്ടിവേഷൻ വീഡിയോ. ഓക്കെ, നമുക്ക് 2ഉം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അലീന ബിജു അല്ലെങ്കിൽ ബൈജു ആണ്. ഡെൻ്റൽ അസിസ്റ്റൻ്റ് എടുത്താൽ അത് നല്ലതാണോ? നോ ഐഡിയ. എടാ, എനിക്ക് പറഞ്ഞ പോലെ തന്നെ വേറെ ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് അല്ലെങ്കിൽ വേറെ കോഴ്സസിനെ പറ്റി അറിയാമെന്നല്ലാണ്ട് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും ഉണ്ടാവും. അതുപോലെ ഡെൻ്റൽ അസിസ്റ്റൻ്റ് എടുത്താൽ ഓക്കെ ആയിരിക്കും, അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതല്ലാണ്ട് ഇത് കൂടുതൽ എനിക്കറിയത്തില്ല.
പിന്നെ ഫ്രണ്ട്സിനും സെയിം സ്കൂൾ ആൻഡ് അക്കോമഡേഷൻ കിട്ടുമോ 2 പേർ? അത് ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. ചില സ്ഥലത്ത് നമുക്ക് പ്ലേസസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഒരു സ്കൂളിൽ തന്നെ 2, 3, 4, 5 ഫ്രണ്ട്സിനൊക്കെ കിട്ടും. അക്കോമഡേഷൻ അതുപോലെ കിട്ടും. ചിലയിടത്ത് പ്ലേസസ് കുറവാണെന്നുണ്ടെങ്കിൽ കിട്ടാൻ പാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സിബി ബി ആണ്. ചേച്ചി ആഫ്റ്റർ +2 ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതാണോ നല്ലത്, +1 +2 വിത്ത് ജർമ്മൻ പഠിക്കുന്നതാണോ നല്ലത്? ചേച്ചി റിപ്ലൈ തരണേ, ചേച്ചി വലിയ ഫാനാണ്, ലവ് യു ടു. ഞാൻ നിലവിൽ +1 കൂടെ പഠിച്ചു വന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ 10ാം ക്ലാസ് വരെ ഉഴപ്പി നടന്ന ഒരു പെങ്കൊച്ചായിരുന്നു. ലൈക്ക് ഒരു 2ാം ക്ലാസ് വരെ അല്ലെങ്കിൽ ഒരു 1ാം ക്ലാസ് വരെയൊക്കെ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു. എന്നാലും കുഞ്ഞു ക്ലാസ്സിലല്ലേ, വലിയ ഇതൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ കുറച്ച് ബാക്കിലേക്കാണ്. കാരണം ലൈക്ക് എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിലും കൂടുതൽ താല്പര്യം വേറെ കാര്യങ്ങളിലായിരുന്നു. സോ ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. 10ലാണെങ്കിലും വലിയ കാര്യത്തെ ഞാൻ പഠിച്ചില്ല. പക്ഷെ +1 +2 ആയപ്പോൾ ഞാൻ പഠിച്ചില്ല. വേറൊരു കേസ്, ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷെ ജർമ്മൻ ഞാൻ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തു എനിക്ക് കയറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് സ്ട്രെസ്സായി ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. ജർമ്മനും ഇത് മാത്രമായി ഫോക്കസ്. ഞാൻ ആ +1 +2 കൂടെ ജർമ്മൻ ക്ലിയർ ചെയ്യുകയും ചെയ്തു. സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന പിള്ളേരാണെങ്കിൽ ഉറപ്പായിട്ടും എടുത്ത് പഠിക്കുക. വെറുതെ ആ സമയം ലാഗ് ആക്കണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ രാജു ഇവിടെ കൊടുക്കാം ഞാൻ. ചേച്ചി നമ്മുടെ നാട്ടിൽ നിന്ന് ജർമ്മനിയിൽ എത്തിയത് വരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയൂ ചേച്ചി. എക്സാമ്പിൾ ജർമ്മൻ ലാംഗ്വേജ്, അവിടെ ചെന്നിട്ട് എങ്ങനെയൊക്കെയാണ്, നഴ്സിംഗ് പഠിക്കുമ്പോൾ പൈസ കിട്ടുമോ, എത്ര കിട്ടും, അവിടുന്ന് നാട്ടിലേക്ക് വരുമ്പോൾ എത്ര പൈസ ചിലവാവും, നഴ്സിംഗ് പഠിക്കാൻ എങ്ങനെയാണ്, ടഫാണോ ഈസി ആണോ, ഹൗസ് ബിൽഡിംഗ് എന്താ എന്നൊന്ന് പറയോ, +2 എത്ര മാർക്ക് വേണം, ന്യൂ സബ്സ്ക്രൈബർ ആണ് ചേച്ചി. ചേച്ചി ഇതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണ്ടാട്ടോ, ഞാൻ മുമ്പത്തെ വീഡിയോ കാണാം. ഓക്കെ, എനിവേ താങ്ക് യു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിനെ നമുക്ക് ആൻസർ ചെയ്യാം. ഞാൻ ജർമ്മനിയിൽ നിന്ന് നാട്ടിൽ നിന്ന് ജർമ്മനി വരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആക്ച്വലി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനത് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ അവിടെ ചെന്നിട്ട് എങ്ങനെയൊക്കെയാണ്, ഇവിടെ വന്ന ശേഷം എങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയും പോലെ തന്നെ നമ്മുടെ കാർഡ് കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കണം, ബാങ്ക് റെഡിയാക്കണം. അതുപോലെ നമുക്ക് എന്തൊക്കെയോ റെഡിയാക്കാനുണ്ട്, കുറേ സാധനങ്ങളുണ്ട് റെഡിയാക്കാൻ. ഇതിൻ്റെ എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് എൻ്റെ തലേന്നെല്ലാം ഔട്ടായിട്ടിരിക്കുക. അതായത് നമുക്ക് ഇവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ ഓർമ്മ വരുമ്പോൾ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതിനൊക്കെ നമുക്കിവിടെ അസിസ്റ്റൻസ് കിട്ടും. അതായത് നമുക്കിവിടെ ഒരു അൻസ്പ്രഹ് പാർട്ട്ണർ ഉണ്ട്, അതായത് കോണ്ടാക്ട് പേഴ്സൺ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. അപ്പോൾ ആള് പെണ്ണാകാം ആണാകാം, ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് ഇതിനൊക്കെ. എനിക്കിവിടെ ഞാൻ എൻ്റെ സെക്കൻഡ് ഡാഡി എന്ന് പറയും, പുള്ളി എന്നെ എല്ലാത്തിനും സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും പുള്ളി ചെയ്തു തരും. അപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. സോ ഇവിടെ നമുക്ക് അതിന് വേണ്ട ഒരാളുണ്ടാവും, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നഴ്സിംഗ് പഠിക്കുമ്പോൾ പൈസ കിട്ടുമോ, എത്ര കിട്ടും? നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എല്ലാ മാസം സ്റ്റൈഫൻഡ് കിട്ടിക്കൊണ്ടിരിക്കും. അതിപ്പോൾ എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഞങ്ങളിപ്പം ഞാൻ DRKയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ 900 to 1000 ഇതിൻ്റെ അകത്തായിരിക്കും കിട്ടുന്നത് ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയർ ആകുമ്പോൾ 1000 to 1300 അകത്തായിരിക്കും കിട്ടുന്നത്. തേർഡ് ഇയർ ആകുമ്പോൾ 1200 to 1350 ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ചിലയിടത്ത് ഇപ്പം എനിക്കൊരു നാട്ടിലൊരു ഫ്രണ്ട് ഉണ്ട്, എക്സാമിന് പോയപ്പോൾ ഞാൻ പരിചയപ്പെട്ടാണ്. എനിക്ക് കിട്ടുന്നതിലും എമൗണ്ട് കുറച്ചുകൂടെ കൂടുതലാണ് ആൾക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ അതിപ്പോൾ ഓരോ സ്കൂള് അല്ലെങ്കിൽ ഓരോ വർക്കിംഗ് പ്ലേസ് ഇന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വർക്കിംഗ് പ്ലേസ് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ട് വരും. സ്ഥലം മാറ്റർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആളും ഞാൻ നിൽക്കുന്ന ഏകദേശം സെയിം സ്ഥലത്ത് തന്നെയാണ്, അല്ലെങ്കിൽ സെയിം സ്റ്റേറ്റ് തന്നെയാണ്. എങ്കിലും ആൾക്ക് കുറച്ചുകൂടെ കൂടുതലാണ് കിട്ടുന്നത്. പിന്നെ വേറെ പിള്ളേരുടെ എനിക്ക് അറിയില്ല എത്ര രൂപയാണ് കിട്ടുന്നതെന്നൊന്നും. സോ ഏകദേശം ചില സ്ഥലത്ത് കൂടുതലായിരിക്കും, ചില സ്ഥലത്ത് കുറവായിരിക്കും. എന്നാലും അത്യാവശ്യം നമുക്കിവിടെ കഴിഞ്ഞു പോകാനുള്ള, അതായത് 80,000 രൂപ മുതൽ അങ്ങ് മുകളിലേക്ക് ഫസ്റ്റ് ഇയർ മുതലേ നമുക്കുണ്ടാകും. പിന്നെ അവിടെ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ എത്ര പൈസ ചിലവാകും? അവിടെ നിന്ന് നാട്ടിലേക്ക് വരുമ്പോഴോ, ലൈക്ക് ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ 2024 മാർച്ചിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം ടിക്കറ്റ് റേറ്റ് ആയത് 1.25 ലക്ഷം 1.5 ലക്ഷം രൂപയും കണ്ടാണ് നാട്ടിലെ, അങ്ങോട്ടും ഇങ്ങോട്ടോടെ കൂടിയായിട്ട്. പിന്നെ അല്ലറ ചില്ലറൊക്കെ ചിലവ് വരുമല്ലോ. അതുപോലെ നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനാണെങ്കിൽ
എത്രയാവും എനിക്കറിയില്ല. ലൈക്ക് ഇപ്പോൾ ലാംഗ്വേജ് പഠിച്ച് കംപ്ലീറ്റ് എല്ലാം വരാനായിട്ട് ഇപ്പം ഏജൻസിക്ക് കൊടുക്കുവാണെങ്കിൽ അതനുസരിച്ചിട്ട് കൂടും, അല്ല സെൽഫായിട്ട് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ചിട്ട് കുറയും. അപ് ടു 6 ലാഖിൻ്റെ അകത്ത് ഇപ്പോൾ ഏജൻസിക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അപ് ടു 6 ലാക്സിൻ്റെ അകത്ത് വരുമായിരിക്കും. അല്ല സെൽഫായിട്ടാണെന്നുണ്ടെങ്കിൽ 2.5 അല്ലെങ്കിൽ 3 കൂടിപ്പോയ 3 അതിൻ്റെ അകത്ത് നിൽക്കുമായിരിക്കും. ഓക്കെ, നഴ്സിംഗ് പഠിക്കാൻ എങ്ങനെയാണ്, ടഫാണോ ഈസിയാണോ? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ ഈസിയാണ്. ലാംഗ്വേജിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ ഈസിയാണ്. ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ട് അത്ര വലിയ പാടൊന്നുമില്ല, അടിപൊളിയായിട്ട് പഠിക്കാം. കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, റീൽസൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും ജർമ്മൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണ്, അത് കുറേ പേര് എനിക്ക് ഷെയർ ചെയ്ത് തരാറുണ്ട്, ഇങ്ങനെയാണോ പാടാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു പാടില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഒരു പാടില്ല, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. നമ്മൾ നാട്ടിൽ എങ്ങനെയാണോ പഠിക്കുന്നത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഞാൻ എക്സ്ട്രാ ടൈമൊന്നും എടുത്ത് പഠിക്കാറൊന്നുമില്ല. എനിക്ക് ആകെ കുറച്ച് സമയം മതി. ആ സമയത്ത് ഞാൻ ഇരുന്ന് പഠിക്കും, എനിക്ക് എൻ്റെ തലയിൽ കയറാറുണ്ട്. നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ട് ഇപ്പോൾ ഏത് ഭാഷയാണെങ്കിലും നമ്മുടെ തലയിൽ കയറുക. അതുമല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2 ഇയേഴ്സ് ആവുന്നു. ഈ 2 ഇയേഴ്സിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായത് ലാംഗ്വേജ് ബെറ്ററായി, അതനുസരിച്ചിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ഇപ്പം പണ്ടൊക്കെ ഞാൻ ഫസ്റ്റ് ഡേ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണമായിരുന്നു കംപ്ലീറ്റ് ആ ടെക്സ്റ്റൊക്കെ. ഒരു 20% മനസ്സിലാവും, ബാക്കി മനസ്സിലാവണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ബെറ്ററായി. ഇപ്പോൾ ട്രാൻസ്ലേഷനെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് മനസ്സിലാവുന്നത് ഒരു 80 to 90%, മനസ്സിലാവാത്തത് ആ ബാക്കി 10 അല്ലെങ്കിൽ 20% മാത്രമായിരിക്കും. അതിന് വേണ്ടി ഞാൻ എക്സ്ട്രാ ട്രാൻസ്ലേഷൻ ഒന്നും ചെയ്യാറില്ല. സോ ടൈം കൂടുന്തോറും നമുക്കെല്ലാം മനസ്സിലായി തുടങ്ങും. ഹൗസ് ബിൽഡിംഗ് എന്താണെന്നൊന്ന് പറയൂ. ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രെയിനിങ് പ്രോഗ്രാമാണ്. അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നാട്ടിൽ പഠിക്കുന്നത് പോലെയല്ല, ഇവിടെ നമ്മൾ സ്കൂളും അതുപോലെ തന്നെ വർക്കും ടുഗദർ ആയിട്ട് കൊണ്ടുപോയി പഠിക്കുന്നതാണ്. അതായത് ഏത് മേഖലയിലാണോ പഠിക്കുന്നത് ആ മേഖലയിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ത്രൂ ഹൗസ് ബിൽഡിംഗ് സിമ്പിളായിട്ട് പറയാം. +2 എത്ര മാർക്ക് വേണം? പാസ്സായാൽ മതി. പാസ്സായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മിക്ക സ്കൂൾസിലും തന്നെ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ഒന്നും സ്കൂളിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ അടുത്ത് അവർ ചോദിച്ചത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ എൻ്റെ +2 കൊടുത്തു. ഞാൻ ഇതോടെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് +2 കൂടെ കൊടുത്തു. അതിന് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് മാർക്ക് ചോദിച്ചു. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ്, ഞാൻ അനർക്കൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവിടുത്തെ വെച്ചിട്ട് നോട്ട് അയൻസ് ആണ് എന്ന് പറഞ്ഞു. ഇവിടെ അയൻസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ A+ പോലെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, അവർക്ക് ഓക്കെയാണ്, വേറെ ഇഷ്യൂ ഒന്നുമില്ല. കാരണം എനിക്ക് വലിയ മാർക്കൊന്നും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സബിനും 1, 2, 3, 4 മാർക്ക് അങ്ങനത്തെ മാർക്ക് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് മേഘനയാണ് ചോദിച്ചിട്ടുള്ളത്. മേഘന ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ടൈം ജർമ്മനി പോകുന്ന ഒരാൾ എത്ര രൂപ ചെലവിന് കൊണ്ടുവരണം ഫോർ 1 month? നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം എല്ലാ പിള്ളേർക്കും ഡൗട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് 25,000 രൂപ യൂറോ ചേഞ്ച് ചെയ്തിട്ടായിരുന്നു. നാട്ടിലെ 25,000 രൂപ യൂറോ ആക്കി ചേഞ്ച് ചെയ്തിട്ടായിരുന്നു. ഞാൻ ഇപ്പോൾ പിള്ളേരുടെ അടുത്ത് പറയാം, കുറഞ്ഞതൊരു 30,000 രൂപയെങ്കിലും കൈ പിടിക്കുക. നമുക്കറിയില്ല ഇവിടെ വരുമ്പോൾ എത്ര ചിലവാകും എന്നുള്ളത്. 30 to 50 രൂപയുടെ ഉള്ളിൽ കയ്യിലെടുത്താൽ മതി, അത് കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, +2 എക്സാം എഴുതി പാസ്സായ ജർമ്മനി വന്ന് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പറ്റുമോ? ഐ തിങ്ക് ചെയ്യാൻ പറ്റും. +2 പാസ്സാണല്ലോ, എക്സാം അതൊന്നും മാറ്റർ ആയിരിക്കില്ലായിരിക്കും. ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അടുത്ത ക്വസ്റ്റ്യൻ, നഴ്സിംഗ് അസിസ്റ്റന്റ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നത് നല്ലതാണോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? എനിക്ക് ഇവിടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ഒരാളെ പോലും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ ഹൗസ് ഓഫ് പ്രാക്ടീസ് ആണ്. അതായത് ഞാൻ എൻ്റെ ബെഡ്രീവിൻ്റെ അടുത്തല്ല വർക്ക് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ക്രാങ്കൻ ഹൗസിലാണ് ഇപ്പോൾ ഞാൻ ജോലി എടുക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു പുതിയ ചെറുക്കൻ വന്നിട്ടുണ്ട്. അവൻ അവിടെ ഫ്ലീഗി അസിസ്റ്റന്റ് ചെയ്യുന്നത്, നഴ്സിംഗ് അസിസ്റ്റന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കേസ്, എനിക്ക് അലൗഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവന് അലൗഡ് അല്ല. അതുപോലെ തന്നെ 2 years കണ്ടാണ് കോഴ്സ് വരുന്നതെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. അവനെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ഒത്തിരി പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു, ഒത്തിരി പ്രാക്ടീസ് ഇല്ല, അങ്ങനെ എന്തൊക്കെയാണ് അളിയൻ പറഞ്ഞത്, ഞാൻ കറക്റ്റ് ഓർക്കുന്നുമില്ല. വന്നപ്പോൾ ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ബെറ്റർ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എടുക്കുന്നത് തന്നെയായിരിക്കും. കാരണം നമ്മളിവിടെ വരുന്നത് എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. ഇപ്പം നേഴ്സ് ആവാൻ വേണ്ടി വരുന്നതാണെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് എടുത്ത് ചെയ്യുമ്പോൾ സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം കുറേ കാര്യങ്ങളൊന്നും അവന് അലൗഡ് അല്ല. ലൈക്ക് ഇപ്പം ഞാൻ എന്താ പറയുക, മറ്റേ ട്രിപ്പ് ഇടുന്ന സാധനമില്ലേ, അതൊക്കെ എനിക്ക് പഠിക്കാം കുറേയൊക്കെ. പക്ഷെ അവൻ അതൊന്നും അലൗഡ് ആയിട്ട് അവർ പഠിപ്പിക്കുന്നില്ല. സോ ജസ്റ്റ് കാണിച്ചു കൊടുക്കുന്നുള്ളൂ. എനിക്കാണ് കുറച്ചുകൂടെ പ്രാധാന്യം അവിടെ തരുന്നത്. സോ ബെറ്റർ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എടുക്കുന്നത് തന്നെയായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനിപ്പോൾ ഫുൾ 2 ആണ്, ഫുൾ 2 ആണോ +2 ആണെന്നാണോ ഉദ്ദേശിച്ചത്? നെക്സ്റ്റ് ഇയർ 2000 ലാംഗ്വേജ് പഠിക്കാൻ ചേർന്നാൽ 2000 ഫിനിഷ് ആകും. അപ്പോഴേക്കും FSU ഹൗസ് ബിൽഡിംഗ് നമുക്ക് വേക്കൻസി ഉണ്ടാകും. വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഇവിടെ ടൈറ്റാണ്. ഞാൻ 2 years മുന്നേ ഇവിടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു 100 പ്ലേസ് ഹൗസ് ബിൽഡിങ്ങിനുണ്ടെന്ന് വെക്കുക.
ലൈക്ക് 100 പ്ലേസ് മീൻസ് ഓക്കെ 100 പൊസിഷൻസ് ഹൗസ് ബിൽഡിങ്ങിന് ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ പ്ലേസസ് ഉണ്ടെന്ന് വെക്കുക. അത് ചിലപ്പോൾ ഒരു 3 ഹോസ്പിറ്റലായിട്ടായിരിക്കും, അല്ലെങ്കിൽ കൂടിപ്പോയ 5 ഹോസ്പിറ്റലായിട്ടായിരിക്കും ഈ 100 പ്ലേസസ് വരുന്നത്. പക്ഷെ FSUTൻ്റെ കേസിൽ ഈ 100 പ്ലേസസ് ഈ FSUTന് കിട്ടുന്നത് ഒരു 95 ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസസ് എടുക്കുമ്പോഴായിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്ഥലത്ത് ഒരു പ്ലേസ് 2 പ്ലേസ് ഇതൊക്കെയാണ് ഉണ്ടാവുള്ളൂ. പക്ഷെ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യുന്ന ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്ലേസസ് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതല്ലാണ്ട് നിർത്തലൊന്നും ആക്കാൻ ചാൻസ് ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹയർ സ്റ്റഡീസ് ആഫ്റ്റർ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ്. പഠിച്ചു കഴിഞ്ഞ് ജോലിക്കായി വേറെ ജർമ്മൻ സ്പീക്കിംഗ് കൺട്രീസിൽ പോകാൻ പറ്റുമോ? നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് നമുക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ വേണമെങ്കിൽ ചെയ്യാം, അല്ല വേറെ ജർമ്മൻ സ്പീക്കിംഗ് കൺട്രീസിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും പോയി ചെയ്യാം. ഇല്ല ജോലിക്കാണെന്നുണ്ടെങ്കിൽ അതും ഓക്കെയാണ്, പ്രശ്നമില്ല, ഓക്കെയാണ്. പിന്നെ എന്തൊക്കെ ഹയർ സ്റ്റഡീസ് പഠിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തിരക്കിയിട്ടില്ല. നമുക്ക് പഠിക്കാം കുറേ. ഇപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് ഇപ്പം ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫ്ലിഗഡീൻസ് ലൈറ്റും ആയിട്ട് പഠിക്കാൻ പറ്റും. അതായത് നമുക്ക് പിള്ളേരെയൊക്കെ മാനേജ് ചെയ്യുന്ന ആളായിട്ട്. ഇപ്പം ഞാൻ ഇവിടെ പഠിക്കുമ്പോൾ എനിക്കൊരു ലൈറ്റും കൊണ്ട്, ഫ്ലിഗഡീൻസ് ലൈറ്റും കൊണ്ട്, പുള്ളിക്കാരിയാണ് എന്നെ മാനേജ് ചെയ്യുന്നത്. അത് കൂടാണ്ട് ബോസിൻ്റെ തൊട്ട് താഴെയാണ് പുള്ളിക്കാരി വരുന്നത്. ആ ഒരു മേഖലയിലേക്ക് എനിക്ക് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ എക്സാമിനേറ്റ് ഫ്ലിഗ ഫഹ്ക്രാഫ്റ്റ് ആവാൻ പറ്റും. അങ്ങനെ എന്തൊക്കെയൊക്കെയോ പഠിക്കാം. പിന്നെ വേണമെങ്കിൽ ഡോക്ടർ ആവാൻ പറ്റും. അതൊക്കെ ഒരു ഓപ്ഷനാണ്. ജർമ്മനിയിൽ മാസ്റ്റർ ചെയ്യാൻ ഒരാൾക്ക് എത്ര ടോട്ടൽ കോസ്റ്റ് ചിലവാകും? ഓക്കെ, ടോട്ടൽ എത്ര കോസ്റ്റ് ചിലവാകും? മാസ്റ്റേഴ്സ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾക്ക് ഈ ബ്ലോക്ക് എമൗണ്ടിൻ്റെ കാര്യം ഉണ്ടല്ലോ, അതിപ്പോൾ എനിക്ക് തോന്നുന്നു 11 ലക്ഷം കണ്ടാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ 11 ലക്ഷം രൂപയും കണ്ടാക്കി കൂട്ടിയിട്ടെന്നാണ് തോന്നുന്നത്. പിന്നെ അത് കൂടാണ്ട് എവിടെയാണോ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അവിടെ പൈസ ചിലവാകും. അങ്ങനെ കുറച്ചിതുണ്ട്. ഈ മാസ്റ്റേഴ്സിൻ്റെ കാര്യം ഞാൻ നന്ദുവായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറയാം. കാരണം എന്നെക്കാൾ കൂടുതൽ അവനാണ് അതിനെപ്പറ്റി അറിയാവുന്നത്. സോ ആ ടൈമിൽ ഞാൻ പറയുന്നതായിരിക്കും നല്ലത്. ഫാമിലിയെ കൊണ്ടുവരാൻ കഴിയുമോ? ഐ തിങ്ക് കൊണ്ടുവരാം. പക്ഷെ എങ്ങനെ കൊണ്ടുവരുന്നൊന്നും എനിക്കറിയത്തില്ല. കൊണ്ടുവരാൻ പറ്റും, കാരണം എനിക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ ഫാമിലീനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻസിനെ എനിക്കറിയില്ല, വേറെ രാജ്യക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ആഫ്രിക്കൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്. പിന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കമെൻഡ് ചെയ്യുമോ? നോ ഐഡിയ. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കമെൻഡ് ചെയ്യാൻ എനിക്കറിയത്തില്ല നാട്ടിലിപ്പോൾ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നൊന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നേഴ്സ് ആൻഡ് ഡോക്ടർ അല്ലാത്തവർക്ക് അങ്ങോട്ട് വന്നാൽ ജോബ് കിട്ടാനുള്ള ചാൻസസ് എങ്ങനെയാണ്? ലൈക്ക് വെയർ ഹൗസ് ജോബ്സ്, ഫാക്ടറി ജോബ്സ് എക്സെട്ര, അൺസ്കിൽഡ് ജോബ്സ് ഓപ്പർച്യൂണിറ്റി ഇൻക്ലൂഡ് ചെയ്യണേ ബൈ സംശി. സംശി എനിക്കറിയില്ല എന്തൊക്കെയാണ് ചാൻസ്, അല്ലെങ്കിൽ കിട്ടാനുള്ള ചാൻസസ് ഒന്നും എനിക്ക് അറിയത്തില്ല. കാരണം ഇതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നൊന്നുമില്ലല്ലോ. സോ എനിക്ക് വലിയ ഐഡിയ ഇല്ല. എങ്കിലും നേഴ്സിനും ഡോക്ടറിനും മാത്രം ജീവിച്ചാൽ പോലല്ലോ ഈ ലോകത്ത്. സോ അതുകൊണ്ട് ഉറപ്പായിട്ട് ഇവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും വർക്ക് ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അറിയില്ല എന്തൊക്കെയാണ് ചാൻസസ് ഉള്ളതെന്നുള്ളത്. ആവശ്യം ഉണ്ടാവും ഇവിടെ ആൾക്കാരെ, പക്ഷെ എനിക്ക് പേഴ്സണലി അറിയില്ല കേട്ടോ, സോറി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഒക്കെ FSU പ്രോഗ്രാം ഉണ്ടാവും? 25 എന്താണെങ്കിലും ഉണ്ടാവും. കാരണം ഞങ്ങളുടെ ഇവിടേക്ക് 25 ഞാൻ പിന്നെ കുറച്ച് സ്ഥലത്ത് കോൺടാക്ട് ചെയ്തവരും 25 സെപ്റ്റംബറിലേക്കൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് കോസ്റ്റ് ഒന്ന് പറയൂ? മീൻസ് ടോട്ടൽ ഹൗസ് ബിൽഡിംഗ് വിസ എല്ലാം കൂടി. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, സെൽഫായിട്ട് ചെയ്യുകയാണെങ്കിൽ 3 ഉള്ളിൽ നിൽക്കും. അല്ല ഏജൻസിക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ 6 ആ ഒരു ഇതൊക്കെ ആവുമായിരിക്കും. എനിക്ക് കറക്റ്റ് അറിയില്ല. ഏജൻസിക്കാരുടെ കേസ് അവരെ വിളിച്ച് കൺഫേം ചെയ്യുക. സെൽഫായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കും. കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി FSCക്ക് ഹൗസ് ബിൽഡിങ്ങിനും നഴ്സിംഗ് റിലേറ്റഡ് ആയതുകൊണ്ട് +1 സയൻസ് എടുക്കണമെന്ന് നിർബന്ധം ഓർണോ? നോ, ഒരു നിർബന്ധമില്ല. ഞാൻ കൊമേഴ്സ് ഫീൽഡായിരുന്നു. ഞാനിപ്പോൾ നഴ്സിംഗാണ് പഠിക്കുന്നത്. ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എടാ ഈ FSC കഴിഞ്ഞ ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ ആദ്യം ഇപ്പോൾ ഒരു ആൾട്ടൻഹൈമോ സിനോഹൈമിലാണെങ്കിൽ അവർ നമുക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആൾട്ടൻഹൈമിലല്ലേ? മോസ്റ്റ് ഓഫ് ദ ടൈം ആൾട്ടൻഹൈമിലായിരിക്കും. പ്രാക്ടിക്കൽസ് എന്നുള്ളതാണോ സംഭവം? എൻ്റെ കൂടെ ഉള്ള ഒരു കൊളീഗാണിൽ പറഞ്ഞത് ക്രങ്ങൻ ഹൗസിൽ ഹൗസ് ബിൽഡിംഗ് എടുക്കുക. സോ എന്താ ഡിഫറൻസ് എന്ന് പറയൂ? ആക്ച്വലി നമുക്ക് എന്താ പറയുക, ഹൗസ് ബിൽഡിങ്ങിന് കയറുന്ന ടൈമിൽ ഓൾഡ് ഏജ് ഹോം മാത്രമൊന്നും അല്ല ഉള്ളത്, അല്ലെങ്കിൽ ആൾട്ടൻഹൈം മാത്രമൊന്നും അല്ല ഉള്ളത്. അപ്പോൾ ഈ നമുക്ക് ഇപ്പം ഞാൻ FSC ചെയ്തതൊരു ഓൾഡ് ഏജ് ഹോമിലായിരുന്നു. അപ്പോൾ എനിക്ക് സ്വിച്ച് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. കാരണം എനിക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാൻ പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ചൂസ് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്തത്. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഹോസ്പിറ്റൽസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്കവിടെ സീറ്റ് കിട്ടിയാൽ. അപ്പം
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെറ്റർ ഒരു ഹോസ്പിറ്റലിൽ പോയി ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് തന്നെയാണ്. ഓൾഡ് ഏജ് ഹോമിന് ആൾട്ടൻഹൈം ഓൾഡ് ഏജ് ഹോം കൂടെ മിക്സ് ആയിട്ട് വന്നാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പോലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓൾഡ് ഏജ് ഹോമിലും നമ്മൾ ക്രങ്ങൻ ഹൗസിൽ നിൽക്കുന്നതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഓൾഡ് ഏജ് ഹോമിൽ പോകണോ ക്രങ്ങൻ ഹൗസിൽ പോയി സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അവിടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. നമ്മൾ എടുക്കണോ വേണ്ടോ എന്നുള്ളത് അവർ തീരുമാനിക്കും. അതല്ലാണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് എവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ജർമ്മൻ ഗവൺമെൻറ് ഹൗസ് ബിൽഡിംഗ് എന്ന് സ്റ്റോപ്പ് ചെയ്യും എന്നെന്തെങ്കിലും അറിവുണ്ടോ? എനിക്കറിവില്ല. ഡു യു നോ എനിത്തിങ് അബൌട്ട് IT ഹൗസ് ബിൽഡിംഗ് ഇൻ ജർമ്മനി? അറിയില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതല്ലാണ്ട് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. FSO ഇപ്പോൾ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എടുക്കുന്നുണ്ട്. പക്ഷേ ടൈം എടുക്കും കിട്ടാനായിട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊസിഷൻസിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഇവിടെ അവൈലബിലിറ്റി വേണം. അപ്പം അതനുസരിച്ചിട്ട് ലാഗ് വരും. അടുത്ത ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഹലോ, ഡച്ച് എക്സാം എന്തായി? ആൻഡ് നിങ്ങൾക്ക് നെതർലാൻഡ്സ് PR കിട്ടിയിട്ട് കുറേ നാളായോ? PR കിട്ടാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കണം നമ്മൾ? ആക്ച്വലി എനിക്കറിയില്ല. ആള് വേറെ എന്തെങ്കിലും മാറി കമൻ്റ് ഇട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നെതർലാൻഡ്സും ഡച്ചും ഒന്നുമായിട്ട് എനിക്കൊരു കമ്പനി ഇല്ല. ഞാൻ ഇതുവരെ നെതർലാൻഡ്സ് പോയിട്ടില്ല. പോണമെന്ന് ഓർത്തിരിക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് പോയിട്ടില്ല. സോ ഞാൻ ഡച്ച് എക്സാമും എഴുതുന്നില്ല. എനിക്ക് നെതർലാൻഡ്സിൽ PR കിട്ടിയിട്ടില്ല. സോറി, എനിക്ക് തോന്നുന്നു ആൾ മാറിപ്പോയതായിരിക്കും. ഓക്കെ, എനിവേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ആവറേജ് സ്റ്റുഡൻസിന് പഠിച്ചെടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും പഠിക്കാം. ഹൗസ് ബിൽഡിംഗ് പഠിക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ പണിയൊന്നുമല്ല. ഇപ്പം എനിക്കറിയാവുന്ന എന്തോരം പിള്ളേർ നഴ്സിംഗ് നമ്മുടെ നാട്ടിൽ പഠിക്കുന്നുണ്ട്, ഒട്ടും പഠിക്കില്ലാത്ത പിള്ളേർ. പക്ഷേ അത് ഒട്ടും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്കൂളിൽ പഠിച്ച പേഴ്സണൽ പിള്ളേരെ അറിയാമല്ലോ, അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല? നമ്മൾ വിചാരിച്ചാൽ പറ്റാത്തതായിട്ടൊന്നും ഇല്ലേ ലോകത്ത്. നമ്മൾ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പറ്റും. ആർക്കും ഒന്നും പറ്റാത്തതായിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചി, ഞാൻ B2 സ്പ്രഹൻഷ്രൈബൻ ക്ലിയർ ചെയ്തു. എനിക്ക് FSU ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുമോ? പിന്നെ 2 modules കിട്ടിയിട്ട് ഗോയ്ത്തയാണ്. അപ്പോൾ ബാക്കി 2 modules എഴുതുമ്പോൾ ഗോയ്ത്തെ എഴുതിയാലല്ലേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ? അതോ 2 modules ടെൽക്ക് ഈസിയലി ഓയിസ്റ്റ് ചെയ്തെങ്കിലും എഴുതി കിട്ടിയാൽ അക്സെപ്റ്റ് ചെയ്യുമോ? B2 സ്പ്രഹൻഷ്രൈബൻ ക്ലിയർ ചെയ്തു. FSU ചെയ്യണമെന്ന് ഡീറ്റെയിൽസ് പറയാം. അപ്പം എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് ഞാൻ കൺസൾട്ട് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അതല്ലെങ്കിൽ ഇയാൾക്ക് ഗൂഗിൾ ത്രൂ ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ 2 modules ഗോയ്ത്തയാണ് കിട്ടിയത്. ബാക്കി നമുക്ക് ടെൽക്കോ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇയാൾക്ക് ഫുൾ ആവില്ലല്ലോ. ലൈക്ക് ആ ഒരു ഇത് ഫുൾ ആവില്ല. അപ്പോൾ ബെറ്റർ 2 module ഗോയ്ത്തയാണെന്നുണ്ടെങ്കിൽ ബാക്കി 2ഉം ഗോയ്ത്ത തന്നെ എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ടെൽക്ക് എഴുതുവാണെങ്കിൽ കംപ്ലീറ്റ് ടെൽക്ക് എഴുതിയെടുക്കേണ്ട വരും. ഓക്കെ, FSU കഴിഞ്ഞ് ഹൗസ് ബിൽഡിങ്ങിലേക്ക് മാറണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ പ്രൊസീജിയേഴ്സ് പറയാമോ? അപ്പോൾ ഇവിടെ നിന്ന് FSU കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ നമ്മൾ ചോദിച്ചു നോക്കുക ഹൗസ് ബിൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. ഉണ്ടെങ്കിൽ അവർക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കുക. ആൻഡ് അവരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്കൂൾ കണ്ടുപിടിക്കാം. എല്ലാം നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ housebildung.de എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാം. അതിൻ്റെ അകത്ത് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി ഫ്ലീഗെ ഫ്രൗ അല്ലെങ്കിൽ മണ്ണെന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്ലേസ് ഒക്കെ അടിച്ചു കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ജസ്റ്റ് സെർച്ച് ചെയ്ത് അവർക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇമെയിൽ ത്രൂ കോൺടാക്ട് ചെയ്ത് ഇൻ്റർവ്യൂ കാര്യങ്ങളും നടത്തും. അതിനുശേഷം പ്രൊസീജിയേഴ്സ് ഇങ്ങനെ പോകും. ഇപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞു, അവരെടുത്തു. സ്കൂളിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, സ്കൂളുകാരെടുത്തു. ദെൻ വിസയ്ക്ക് നമ്മൾ കൊടുക്കുന്നു. ഇത്രേ ഉള്ളൂ. ഈസിയാണ് ഇവിടെ. ആഫ്റ്റർ +2 ജർമ്മൻ നഴ്സിംഗ് പഠിക്കാൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. ഫസ്റ്റ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹൗസ് ബിൽഡിങ്ങിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് ചെയ്യാനുള്ളൂ. എടാ, ഈ FSU ചെയ്തിരുന്നപ്പോൾ എത്ര സെമിനാർ ഉണ്ടായിരുന്നു? 1 ഇയറിൽ എനിക്ക് 5 എണ്ണം കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാൻ യു മേക്ക് എ വ്ലോഗ് ജർമ്മൻ ഫോർ 24 hours? അഞ്ജന അമ്മയാണ് ചോദിച്ചിട്ടില്ല. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് വിൽ ട്രൈ എന്ന് പറഞ്ഞിട്ട്. നോക്കാം. കാരണം അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് അത്യാവശ്യം ടാസ്ക്കാണ്. ഒരു വ്ലോഗ് എടുക്കാൻ തന്നെ അത്യാവശ്യം നമുക്ക് ടാസ്ക് ഉണ്ടാവും. അപ്പോൾ അത് ജർമ്മനിലും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല പാടായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാംഗ്വേജ് എക്സാം രജിസ്ട്രേഷൻ എവിടെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊക്കെ നാട്ടിലുണ്ടായിരുന്ന ടൈമിൽ ഞാൻ എൻ്റെ എക്സാംസ് ഗോയ്ത്തെ ത്രൂ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം ഗോയ്ത്തെ ഹൈദരാബാദിലായിരുന്നു എൻ്റെ A2 എഴുതിയത്. അപ്പം ഗോയ്ത്തെ ഹൈദരാബാദിൻ്റെ സൈറ്റിൽ നമുക്ക് കയറാം. അതിനകത്ത് അവർ എക്സാംസ് കൊടുത്തിട്ടുണ്ടാവും. രജിസ്ട്രേഷൻ ടൈമും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അന്ന് ഓൺലൈൻ ആയിരുന്നു. ഇപ്പോൾ ഇമെയിൽ ത്രൂ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ഓൺലൈൻ തന്നെയാണ്.
ഇപ്പോൾ ഇമെയിൽ ത്രൂ ആണെന്നൊക്കെ കേൾക്കുന്നുണ്ട് കൊച്ചിയിലൊക്കെ, എനിക്ക് കറക്റ്റ് അറിയില്ല. സോ ബെറ്റർ അവരുടെ കൊയ്ത്തെ സെൻട്രം ഹൈദരാബാദ് എന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ ഇത് വരും. അതുപോലെ കൊയ്ത്തെ സെൻട്രം കൊച്ചി അല്ലെങ്കിൽ ട്രിവാൻഡ്രം എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അവരുടെ സൈറ്റ് വരും. അതിൻ്റെ അകത്ത് എല്ലാം അവർ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കയറി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു ഡിസ്ക്രൈബ് സൈക്കോളജി ഹൗസ് ബിൽഡിംഗ് ഇൻ ജർമ്മനി, ഈസ് ഇറ്റ് പോസിബിൾ ആൻഡ് ഡീറ്റെയിൽ? ഐ ഡോണ്ട് നോ. അത് നമുക്കൊരു വേറെ വ്ലോഗായിട്ട് ചെയ്യാം. കാരണം കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി പഠിച്ച ശേഷം വേണം വീഡിയോ ചെയ്യാൻ. എനിക്ക് അറിയില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് സൈക്കോളജി ഹൗസ് ബിൽഡിങ്ങിനൊക്കെ പറ്റി കേൾക്കുന്ന തന്നെ, അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് തന്നെ. അപ്പോൾ എനിവേ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ജർമ്മനി സെപ്റ്റംബർ 16 വരും. ഞാൻ 1 year BFD ചെയ്യാനാണ് വരുന്നത്. ഞാൻ A1 വെച്ചാണ് വരുന്നത്. അവിടെ വന്നിട്ട് B2 എനിക്ക് ഇടുന്ന കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? കൂടുതൽ ഡീറ്റെയിൽസ്. എക്സാം പാസ്സാവോ? 1 year കൊണ്ട് അത് എഴുതി കഴിഞ്ഞ് ഹൗസ് ബിൽഡിംഗ് കയറാനാണ്. പ്ലീസ് റിപ്ലൈ. ഓക്കെ, ഇവിടെ ഇപ്പോൾ A1 വെച്ച് വന്നിട്ട് B2 പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഗോയത്തയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഗോയത്തയിലാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗോയത്തെ രജിസ്റ്റർ ചെയ്യുക. ഗോയത്തെ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് അവർ ചോദിക്കും നമുക്ക് ഏത് ലാംഗ്വേജ് ആണ് പഠിക്കാനുള്ളതെന്ന്. അപ്പോൾ ഞാനിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു C1 പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ ലാംഗ്വേജ് ലെവൽ ചോദിച്ചപ്പോൾ ഞാൻ B2 പറഞ്ഞു. അന്നേരം ഇവർ എനിക്കൊരു ചെറിയൊരു ടെസ്റ്റ് ഇട്ടു. അപ്പോൾ ആ ടെസ്റ്റിൽ നമുക്ക് ഏത് ലെവലാണോ അവർക്ക് മനസ്സിലാവുന്നത് ആ ലെവലിൻ്റെ ബാക്കിയായിരിക്കും അവർ പഠിപ്പിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിപ്പിക്കുക, അവർ തന്നെ പഠിപ്പിക്കും. നമുക്ക് ക്ലാസ്സസും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാം. പക്ഷെ അത്യാവശ്യം നല്ല ഫീസ് ഉണ്ടാവും. സോ ജസ്റ്റ് ഒന്ന് goithers.eu അങ്ങനെ എന്തോ സൈറ്റ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ഞാൻ മ്യൂണിഷനിലുള്ള ഏതോ ഒരു ഇത് തുറന്ന് പഠിച്ചത് ഓൺലൈൻ വഴി. ദെൻ എക്സാം പാസ്സാവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. കാരണം നീ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ പാസ്സാവും. കാരണം ഇവിടെ വന്ന് എക്സാം പാസ്സാവാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജർമ്മൻ നന്നായിട്ട് പഠിക്കും ഇവിടെ വന്നു കഴിയുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, +2 സയൻസ് സ്ട്രീം ഉള്ളവർക്ക് മാത്രം നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതോ അല്ല ആർക്ക് വേണേ പറ്റും? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി നെക്സ്റ്റ് വീഡിയോയിൽ ഫോൺ നമ്പർ ആഡ് ചെയ്യോ? ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഫോൺ നമ്പർ, ഓർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് നന്ദു ആൻഡ് യു ഇൻ റിലേഷൻഷിപ്പ്, യുവർ പേരൻസ് ഹാവ് എനി പ്രോബ്ലം ഓഫ് കാസ്റ്റ് എക്സെട്ര. അതിൻ്റെ അടിയിൽ വേറൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ആർ ദേ ഇൻ റിലേഷൻഷിപ്പ്? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീഡ് ടു ക്ലിയർ ദിസ്. ഞാനും നന്ദുവും റിലേഷൻഷിപ്പിലല്ല. ഓക്കെ, ഫസ്റ്റ് തിങ്, ഞാനും നന്ദു റിലേഷൻഷിപ്പിലല്ല. ആൻഡ് ഇഫ് ഇൻ കേസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരൻസ് അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജാതി പ്രശ്നം ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു അറിവിൽ എനിക്കിത് പറയാൻ പറ്റില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കറിയില്ല. എൻ്റെ പേരൻസിൻ്റെ അടുത്ത് തന്നെ നമുക്കത് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ എനിവേ ഞാൻ അവരെ വിളിച്ച് നോക്കാം. അവരെന്താണോ പറയുന്നത് അത് നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, യെസ്, അതാണല്ലോ അതിൻ്റെ ഒരു ന്യായം. നോക്കട്ടെ. സോ എനിക്ക് ചോദിക്കാനുള്ളതല്ല, എൻ്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ കേസ് ഞാനും നന്ദുവും റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിന് എൻ്റെ പേരൻസിന് ജാതി പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടാകുമോ? അപ്പം ആരാണ് ആദ്യം ഉത്തരം പറയാൻ പോകുന്നത്? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇൻ കേസ് ഞാനും നന്ദു ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരൻസിന് ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളത്. ഓക്കെ, ആൻസർ ഓക്കെ. വെയിറ്റ്, ഓക്കെ ഓക്കെ, വാപ്പച്ചിയുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി ഉമ്മച്ചിക്ക് ആൻസർ കൊടുക്കാം. എല്ലാ പേരൻസിനും ഓക്കെ. വാപ്പച്ചിയുടെ എന്താ ഏർപ്പാട്? കേട്ടില്ല. 8 കൊല്ലം അല്ല, അവരുടെ ഒരു ഇതാണ്. കാരണം ഞാൻ മുസ്ലിം അല്ലേ. ഓക്കെ ഓക്കെ, വാപ്പച്ചിയുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി വാപ്പച്ചി കീപ് ക്വൈറ്റ് പ്ലീസ്. ഇനി ഉമ്മച്ചിയുടെ സെക്ഷൻ.
കേക്കത്തില്ല കേക്കത്തില്ല. ഓക്കെ, പേരൻസ് ടോട്ടലി ഡിഫറെന്റ് ആണ് ഫാമിലിയില്. ഓക്കെ, പിള്ളേരുടെ കാര്യത്തിലല്ല അവരുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടി ഓക്കെ നന്നായിട്ട് തോന്നി. ഓക്കെ പിള്ളേര് വളർത്തി അവരവരുടെ തീരുമാനങ്ങളാണ് എടുത്തത്. ഓക്കെ, പകുതി കേട്ടില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി എന്താണ് പറഞ്ഞെന്നുള്ളത്. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഉമ്മച്ചി പറഞ്ഞത്രേ ഉള്ളൂ. ലൈക്ക് ഇപ്പോൾ പേരൻസ് ഓരോ വീട്ടിലും ഡിഫറൻസ് ആയിരിക്കും. പല പേരൻസ് ആണ് ഉണ്ടാവുക. അപ്പം എൻ്റെ വീട്ടിലെ പേരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു കാര്യത്തിന് ഇതുവരെ നോ പറഞ്ഞിട്ടില്ലാത്തവരാണ്. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിലും വാപ്പച്ചി ഇതുവരെ ഒരു കാര്യത്തിനും നോ പറഞ്ഞിട്ടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞു വന്നേ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോ ഈ ഒരു പ്രായത്തിൽ ഇപ്പൊ എനിക്ക് എത്ര വയസ്സുണ്ട്? 21 വയസ്സാവാൻ പോകുന്നു. അടുത്ത ആഴ്ച എനിക്ക് 21 വയസ്സാവും. ഇതുവരെയുള്ള എൻ്റെ ഒരു കാര്യത്തിനും ഫാദർ എന്ന നിലയ്ക്ക് പുള്ളി ഒരു നോ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. എല്ലാത്തിലും സപ്പോർട്ടായിട്ടേ ഉള്ളൂ. പിന്നെ ഉമ്മച്ചിയാണ് എന്തെങ്കിലും ഇടങ്കോലിട്ട് വരുന്ന ആളുള്ളൂ. എങ്കിൽ പോലും എല്ലാത്തിനും ലൈക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള രണ്ടുപേരാണ് ഈ ഇരിക്കുന്നത്. ആൻഡ് എനിക്ക് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവരുടെ അടുത്ത് ഈ കേസ് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിലും എനിക്കൊരു നോ പറയില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇവരെന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. ഇപ്പം എൻ്റെ ഒരു കേസിൽ ഇങ്ങനെ ഇവർ വന്ന് തലയിടേണ്ട ആവശ്യം ഇവർക്കില്ല. അത് ഇവരിടത്തുമില്ല. ഇൻ കേസ് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരത് പറയും. പക്ഷെ എന്നും പറഞ്ഞ് ഒരിക്കലും ഇപ്പം എൻ്റെ താല്പര്യം അതാണെന്നുണ്ടെങ്കിൽ ഇവരത് തല്ലിക്കിടത്തില്ല. സോ അതാണ് പേരൻസ്. ദാറ്റ്സ് ഓൾ. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ. നിങ്ങൾക്ക് അല്ലാണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മക്കളുടെ സന്തോഷം നോക്കിയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. സോ അതുകൊണ്ട് ഇവർക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അതിപ്പോൾ എൻ്റെ കേസിൽ മാത്രമല്ല, ഇപ്പോൾ ഇക്കാക്കായുണ്ട്, എനിക്കൊരു ചേട്ടനുണ്ട്, ഒരു അനിയനുണ്ട്. അപ്പം അവരുടെ രണ്ടുപേരുടെ കേസ് വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് സംഭവം. സോ പിന്നെ നമുക്ക് കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഹൗ അബൌട്ട് ദ റെന്റ് ഇൻ യുവർ അപ്പാർട്ട്മെന്റ്? എൻ്റെ അപ്പാർട്ട്മെന്റിന് 400 euros ആണ്. അത് ഞാൻ മുന്നേ എൻ്റെ ഹോം ടൂറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ, വേർ ആർ യു നൗ? ഞാനിപ്പോൾ നിലവിൽ എൻ്റെ വീട്ടിലാണ്, അല്ലെങ്കിൽ ജർമ്മനിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെഡിക്കൽ ജർമ്മൻ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് DM ചെയ്യൂ. അങ്ങനെ മെഡിക്കൽ ജർമ്മൻ നോട്ട്സ് ഒന്നും ഇല്ല, ഞാനിവിടെ പഠിക്കുന്ന നഴ്സിംഗിൻ്റെ നോട്ട്സ് ഒഴിച്ചാൽ. പിന്നെ വി ഗേറ്റ്സ് ഗുഡ്. ഹായ് ചേച്ചി, സുഖമാണ്. നഴ്സിംഗ് അസിസ്റ്റന്റിനെ കുറിച്ചുള്ള വ്ലോഗ് എപ്പോഴാണ്? ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. എനിക്കൊരു കാര്യം മൊത്തത്തിൽ അറിയില്ലാണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഓക്കെ, പേഴ്സൺ യു മിസ് ദ മോസ്റ്റ്? ആൻഡ് ഈ ഒരു മൊമെന്റിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ വീട്ടുകാർ തന്നെ, വേറെ ആരും ഇല്ല. വേറെ ആരെങ്കിലും മിസ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല. ഒന്ന് അനിയൻ, ഇക്കാക്ക, ഉമ്മച്ചി, വാപ്പച്ചി, ഇത്രേ ഉള്ളൂ. ഇവരെയാണ് മിസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ വി ഡേറ്റ്? വാട്ട്? നോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ പേരൻസിന് സ്റ്റേ ചെയ്യാൻ പറ്റുമോ? പേരൻസ് ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേ ചെയ്യുന്നതിന് പ്രശ്നമില്ല. കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കേസ് എനിക്ക് അറിയില്ല. കൊണ്ടുവരാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സ്റ്റേ ചെയ്യുന്നതിന് പ്രശ്നമില്ല. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു പ്ലീസ് ഡു എ വീഡിയോ അബൌട്ട് ദി ഡോക്യുമെന്റ്സ് ആൻഡ് പ്രോസസ്സിംഗ് ടൈം ഓഫ് ജർമ്മൻ വിസ? പ്രോസസ്സിംഗ് ടൈം വേണമെങ്കിൽ പറയാം. ഇപ്പോൾ FSUട്ടിനൊക്കെ ആണെങ്കിൽ 2 weeks to 3 weeks ആണ്. ഹൗസ് ബിൽഡിങ്ങിനൊക്കെ ആണെങ്കിൽ 1 month ടൈം എടുക്കുന്നുണ്ട്. അബൌട്ട് ജർമ്മനി ലൈഫ്, കുഴപ്പമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. മൊഡ്യൂൾ ഇല്ലാതെ FSUട്ട് വിസ വെക്കുമ്പോൾ അങ്ങനെ റിജക്ഷൻ വരാതെ കിട്ടുന്നത്. മൊഡ്യൂൾ ഇല്ലാണ്ട് FSUട്ടിൻ്റെ വിസയ്ക്ക് റിജക്ഷൻ വരാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഗനൈസേഷൻ എന്നൊരു ലെറ്റർ വേണം, നിങ്ങളുടെ ലാംഗ്വേജ് ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട്. അതുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആൻഡ് ലേസൺ ഹെയറിൻ പാസ്സാവാൻ എനി ടിപ്സ്? ഏറ്റവും കൂടുതൽ ലേസണും ഹെയറിനും പാസ്സാവാൻ എനിക്ക് തരാൻ പറ്റുന്ന ടിപ്സ്, കൂടുതൽ ജർമ്മൻസ് കേൾക്കുക, ജർമ്മൻ സംസാരിക്കുന്നത് കേൾക്കുക, അതുപോലെ വായിക്കുക. ടിപ്സ് ടു ലേൺ ജർമ്മൻ, സ്വയം നമ്മളോട് സംസാരിക്കുക, സ്വയം കുറേ ജേർണൽസ് അല്ലെങ്കിൽ ഡയറീസ് എഴുതുക, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേൾക്കുക, വായിക്കുക. സേ അബൌട്ട് ഹൗ യു ലേൺ ജർമ്മൻ ലാംഗ്വേജ് ആൻഡ് വാട്ട്സ് യുവർ ലെവൽ ആൻഡ് ടിപ്സ്? ഇപ്പോൾ നിലവിൽ എൻ്റെ ലെവൽ എത്രയാണെന്ന് ചോദിച്ചിട്ട് എനിക്കറിയില്ല. B2 സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നല്ലാണ്ട് എനിക്ക് എൻ്റെ ലെവൽ ഏതാണെന്ന് ഇപ്പോൾ എനിക്കറിയില്ല. കാരണം അത്യാവശ്യം നന്നായിട്ട് ഞാൻ സംസാരിക്കും. അത് കൂടാണ്ട് ഞാൻ ജർമ്മൻ ഓൺലൈൻ ത്രൂ ആണ് പഠിച്ചത്. നഴ്സിംഗ് ജോബിൽ റിട്ടയർമെന്റ് ഉണ്ടോ? പെൻഷൻ കിട്ടുമോ? ഉറപ്പായിട്ടും ഉണ്ട്. റിട്ടയർമെന്റ് ഉണ്ട്, പെൻഷനും കിട്ടും. ശരിക്കും നന്ദു ആരാണ്? എന്താണ് റിലേഷൻ? നന്ദു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാനും നന്ദു തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട് റിലേഷൻ ആണ്. ഓക്കെ,
ഹൗസ് ബിൽഡിംഗ് ലോജിസ്റ്റിക്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. കൂടുതലൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, എങ്കിലും നല്ല അഭിപ്രായം. ഫ്രം വെയർ ഡു യു ഷോപ്പ് യുവർ ക്ലോത്ത്സ്? ഞാൻ ഏറ്റവും കൂടുതൽ പണ്ട് വരുന്ന ടൈമിൽ ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ന്യൂയോർക്കറിൽ നിന്നും പ്രിമാർക്കിൽ നിന്നും ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാനത് നിർത്തി. ഞാനിപ്പം ന്യൂയോർക്കറിൽ കയറും, പക്ഷെ ഒന്നും കിട്ടാറില്ല എനിക്ക്. പിന്നെ H&M എന്നാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സാധനം എടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന മൊത്തം H&M എന്നാണ്. H&Mൻ്റെ സാധനം മൊത്തം എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. H&M'ും ന്യൂയോർക്കറുമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഷീൻ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ മറ്റേ ബാനായി പോയ ആപ്പില്ലേ, ആ സാധനത്തിൽ നിന്ന്. വീഡിയോസ് എന്താ ലേറ്റ് ആകുന്ന വെയിറ്റിംഗ് ആണ്, ഉടനെ വരും, സമയമില്ല, അതുകൊണ്ടാണ്. B2 3 modules വെച്ച് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്ത് കൊടുക്കുന്ന നല്ല ഏജൻസി സജസ്റ്റ് ചെയ്യുമോ? അറിയില്ല. അബൌട്ട് മാക്സ്വെൽ ഇന്റർനാഷണൽ, ഇസ് ദാറ്റ് യുവേഴ്സ്? അതെ, ഞാനും നന്ദും കൂടെ സ്റ്റാർട്ടപ്പ് ചെയ്തിരിക്കുന്ന ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാക്സ്വെൽ. വിച്ച് സ്റ്റുഡിയൻ കൊളീഗ് ഇസ് ബെറ്റർ? ഐ ഡോണ്ട് നോ. അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയും. വിച്ച് ഈസ് ദ സേഫ് പ്ലേസ് ഇൻ ജർമ്മനി? എനിക്കറിയില്ല കേട്ടോ ഏതാണെന്നുള്ളത്. എവിടെ നിന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കാര്യം നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സേഫാണ്. മറ്റൊരാളുടെ കാര്യത്തിൽ തലയിടാൻ പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരാളായിട്ടൊരു കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിലോ ആണ് നമുക്ക് ഈ ഡേഞ്ചർ സിറ്റുവേഷൻസ് വരിക. അതല്ലാണ്ട് പിന്നെ കുറേ നമ്മളിലേക്ക് ഇങ്ങോട്ട് വരുന്നതുണ്ട്. അതിപ്പോൾ എത്ര സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്നുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ കേരളത്തിൽ സ്വന്തം പേരൻസിൻ്റെ കൂടെ നിന്നിട്ട് പോലും സേഫ് അല്ലാത്ത പിള്ളേരുണ്ട് നാട്ടിൽ. അപ്പം അത് നമുക്ക് പറയാൻ പറ്റില്ല ഏതാണ് സേഫസ്റ്റ് പ്ലേസ് എന്നൊന്നും. അങ്ങനെ നമുക്കൊരു കൂടിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഹൗ ക്യാൻ വി ഫൈൻഡ് പാർട്ട് ടൈം ഇൻ ജർമ്മനി? അതും എനിക്കറിയില്ല. ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കാത്തത് കൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇവിടെ കടയിലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും. ഈ ജർമ്മനി കൊള്ളാം, ഓക്കെയാണ്. ഓക്കെ ഔപ്പേറിനെ പറ്റി എനിക്ക് വലിയ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല. ഇവിടെ വന്ന് പിള്ളേർ നോക്കാൻ വേണ്ടി നിൽക്കുന്നു. ചിലർക്ക് പിള്ളേർ നോക്കാനുണ്ടാവില്ല, ചിലർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പണി. എങ്കിലും കുറച്ച് പാടാണെന്നാണ് വന്നിരിക്കുന്നവരൊക്കെ പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗസ് ബിൽഡിംഗ് ഇൻ ഓൾഡ് ഏജ് ഹോം ആൻഡ് ഹോസ്പിറ്റൽ, ഇതിനെപ്പറ്റി ഞാൻ ഉടനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ബെറ്റർ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു കുട്ടി Q&A സെക്ഷൻ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇനി അടുത്ത വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. Don't play with it, don't be the size. Still not